അയോധ്യയ്ക്കും ഗ്യാൻവാപിക്കും പിന്നാലെ കാശിയും മധുരയുമാണ് ലക്ഷ്യമെന്ന പ്രസ്താവനയുമായി യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിയമസഭാ സമ്മേളനത്തിലായിരുന്നു മഹാഭാരതത്തെ ഉദ്ധരിച്ചുള്ള യോഗിയുടെ പ്രസ്താവന. यही तो हुआ था अयोध्या के साथ, और यही हुआ काशी के साथ, और यही हुआ था मथुरा के साथ भी। लेकिन वो 5 गांव, लेकिन यहां तो इस समाज सैकड़ों वर्षों से यहां की आस्था केवल 3 के लिए बात कर रही है। 3 के लिए। वो 3 के लिए भी इसलिए वे विशिष्ट स्थल हैं. അയോധ്യയ്ക്കും ഗ്യാൻവാപിക്കും പിന്നാലെ കാശിയും മധുരയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിയമസഭയിലെ പ്രസ്താവന. രാജ്യത്തെ ഹിന്ദു സമൂഹം 3 സ്ഥലങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും അതിൽ അയോധ്യ മാത്രമാണ് യാഥാർത്ഥ്യമായതെന്നും യോഗി കൂട്ടിച്ചേർത്തു. അടുത്തത് കാശിയും മധുരയുമാണെന്ന ഓർമ്മപ്പെടുത്തലും. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തെ മുഴുവൻ സന്തോഷത്തിലാക്കിയെന്നായിരുന്നു യോഗിയുടെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അയോധ്യയ്ക്ക് പിന്നാലെ കാശി മധുര തർക്കങ്ങൾ സജീവമാക്കാനുള്ള ബിജെപി അജണ്ടയാണ് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.